ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ ഡിസംബർ 2025 വരികയുണ്ടായി. അതിനുശേഷം അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്ന ഈ മാസമാണ്, അതായത് ഫെബ്രുവരിയിൽ. നമുക്ക് എക്സാമിൻ്റെ ഡേറ്റുകളിലേക്ക് ഒന്ന് പോകാം. ആദ്യം തന്നെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേട്ടറ്റ് 4 കാറ്റഗറിയാണ് വരുന്നത്. കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ 3ഉം 4ഉം ആണ് നമ്മൾ കാറ്റഗറി 4 ഹിന്ദി വരുന്നത്. 3ലും 4ലും ആണ് ഹിന്ദി വരുന്നത്. അപ്പം നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. 21-ാം തീയതി, ഫെബ്രുവരി 21-ാം തീയതി ശനിയാഴ്ച 10 മണി മുതൽ 12:30 വരെ കാറ്റഗറി 1ഉം, അന്നേ ദിവസം തന്നെ 2 മണി തൊട്ട് 4:30 വരെയാണ് കാറ്റഗറി 2 എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 3 ആണെങ്കിൽ 10 മണി തൊട്ട് 12:30 വരെ, അതായത് 23-ാം തീയതിയാണ്. ഇനി 23-ാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിൽ കാറ്റഗറി 4ഉം എക്സാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 3ലും 4ലും ആണ് നമ്മൾ ഹിന്ദി വരുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മെയിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, PYQസിനെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോരോ ടോപ്പിക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കുകൾ എക്സാമിൽ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പം അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടറ്റ് എക്സാം നടക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ട് വർക്കോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് PYQs ഉപയോഗിച്ചുകൊണ്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും നാൾ നിങ്ങൾ കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കാണും. ഇനി ചെയ്യാൻ പറ്റിയ പരിപാടി PYQs വെച്ചുള്ള റിവിഷനാണ്. അപ്പം നമുക്ക് ഏകദേശം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയെന്നും അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്ട്രോങ് പോയിന്റ്സ്, വീക്ക് പോയിന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും. ഇപ്പം അത് PYQs വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് അറിയില്ലാത്തൊരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി നോക്കാനുള്ള ടൈമൊക്കെ ഇപ്പം ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അതായത് PYQസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സീരീസ് തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കേട്ടറ്റിൻ്റെ ഡേറ്റുകൾ പറഞ്ഞു. ഇപ്പോൾ ഇത് വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം എന്തായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത ക്ലാസ് വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.